നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. എന്റെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് മാഡത്തിനൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയത്. ഷുവർ. താങ്ക് യു രശ്മി. താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ഒന്നല്ല രണ്ടെണ്ണം എടുക്കാം നമുക്ക്. രശ്മി എന്നോട് ചോദിച്ചത് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമല്ലേ? രണ്ട് അനുഭവമാണ് എനിക്ക് പറയുന്നത്. ഒന്ന്, എൻ്റെ മോൻ ഇലായിനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ മൊമെന്റ്. രണ്ട്, ഇപ്പോൾ രശ്മിയുടെ കൂടെ ഈ സംസാരിക്കുന്ന ഈ ഒരു അനുഭവം ഞാൻ ലൈഫിൽ എന്നും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. സോ താങ്ക് യു രശ്മി. കാരണം ഞങ്ങളെ പോലെയുള്ള കുട്ടികളും ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാണല്ലോ. മാഡം വന്നതിലൂടെ അത് തെളിയിച്ചിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളെപ്പോലെ കുട്ടികളെ കാണാനായിട്ട് മാഡത്തെ പോലെയുള്ള ഒരു ഫിലിം സ്റ്റാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ പറയുന്നത്. ആള് ഭയങ്കരമായിട്ട് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വന്ന് കണ്ടപ്പോ മാമിന് ആദ്യം മനസ്സിലായില്ല, പേരറിയില്ല. പക്ഷെ കുറച്ചേരം ആലോചിച്ച് ഫോട്ടോ പിടിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാനുള്ള കാരണം ഭയങ്കര അല്ലൂരിന്റെ സിനിമകളൊക്കെ കൂടുതൽ കാണുന്ന ഒരാളാണ്. മേഡം അഭിനയിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലത്തെ കോസ്റ്റ്യൂമാണ് പാട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അല്ലൂരിന്റെ സിനിമയിലെ നടി ഗോമതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോളൂ. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഗോമതി. താങ്ക് യു. എന്താണ് പേര്? എന്താണ്? കവിത ഇപ്പൊ ഗോമതി ആയിട്ടാണല്ലേ വന്നേക്കുന്നേ? റിയൽ ഗോമതിയുടെ മുമ്പില് ഗോമതി ആയിട്ട്. വാവ്. ബേബിക്ക് വേണ്ടി പാടി കൊടുക്കുന്ന പാട്ട് പാടാനോ? ദൈവമേ. ചാഞ്ചാടിയാടി ഉറങ്ങി ചരിഞ്ഞാടിയാടി ഉറങ്ങി ആകാശത്തു ഞാനാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ ചാടിയാടി ഉറങ്ങ നീ. എന്താണ് പേരെന്താണ് കേക്കട്ടെ? അനുഷ്ക. വാവ്, അടിപൊളി പേര്. ബേബിയുടെ പേരല്ലേ? ബേബിയുടെ പേര് ഇലായ്. ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. താങ്ക് യു. താനെ അണിഞ്ഞു കറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കുളത്തുള്ള രാജലക്കും വെറ്റില ചെല്ലത്തിലും ഭൂമിയെ പാടെ കൂടെ അത്രയും വെറ്റിലിട്ട് വയ്ക്കും. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരും കൂടി ഈ മൊമെന്റ് എൻജോയ് പറ്റി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു മൊമെന്റ് ഞാൻ എന്നും എൻ്റെ ലൈഫിൽ ചെറിഷ് ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഹീറോയിൻസ് ആണ്. ആൻഡ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താനായിട്ട് ഇത്രയും പരിശ്രമിച്ച എല്ലാവർക്കും, അച്ഛനമ്മമാർക്കും, ടീച്ചേഴ്സിനും, നമ്മുടെ പൊളിറ്റീഷ്യൻസിനും, ഭാരവാഹികൾക്കും, അതുപോലെ എന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഹാവ് എ ലവ്ലി ഡേ.